നമസ്കാരം. മത്സ്യാവതാരം. കഥ തുടങ്ങുന്നത് ഒരു കൽപ്പാന്തകാലത്താണ്. ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് വേദങ്ങൾ പുറത്തു വന്നു. ഇത് തക്കം പാർത്തിരുന്ന ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങളെ മോഷ്ടിച്ച് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു. അറിവില്ലാതെ സൃഷ്ടി നടക്കില്ല. ലോകം അന്ധകാരത്തിലായി. അതേസമയം കൃതമാല നദിയിൽ സത്യവ്രതൻ അഥവാ വൈവസ്വത മനു എന്ന രാജാവ് സൂര്യനെ അർഘ്യം സമർപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിൽ ഒരു ചെറിയ മീൻ വന്നു പെട്ടു. രാജാവ് അതിനെ വെള്ളത്തിലേക്ക് കളയാൻ തുനിഞ്ഞപ്പോൾ ആ മത്സ്യം മനുഷ്യശബ്ദത്തിൽ സംസാരിച്ചു. രാജാവേ, എന്നെ ഉപേക്ഷിക്കരുതേ. വലിയ മീനുകൾ എന്നെ തിന്നാൻ കാത്തിരിക്കുന്നു. എന്നെ രക്ഷിക്കൂ. കരുണ തോന്നിയ രാജാവ് അതിനെ തൻ്റെ കമണ്ഡലുവിലാക്കി. പക്ഷേ അത്ഭുതം! നിമിഷങ്ങൾക്കുള്ളിൽ ആ മത്സ്യം വളർന്ന് കമണ്ഡലുവിൽ കൊള്ളാതായി. രാജാവ് അതിനെ ഒരു കുടത്തിലേക്ക് മാറ്റി. അതും നിറഞ്ഞു. കുളത്തിലും പിന്നീട് നദിയിലുമിട്ടു. ഒടുവിൽ ഗംഗാനദി പോലും പോരാതെ വന്നപ്പോൾ രാജാവ് അതിനെ സമുദ്രത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ സമുദ്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭീമാകാരനായ ഒരു മത്സ്യമായി അത് മാറി. സത്യവ്രതന് മനസ്സിലായി ഇത് സാക്ഷാൽ വിഷ്ണുവാണ് എന്ന്. ഭഗവാൻ അരുളി ചെയ്തു, ഇന്നേക്ക് 7-ാം നാൾ ലോകം മുഴുവൻ പ്രളയത്തിൽ മുങ്ങും. ആ സമയം ഞാനൊരു വലിയ തോണി അയക്കും. അതിൽ സപ്തർഷികളെയും ഔഷധങ്ങളെയും എല്ലാ ജീവജാലങ്ങളുടെ വിത്തുകളെയും കൂട്ടി നീ ആ തോണിയിൽ കയറുക. 7-ാം നാൾ പ്രളയം വന്നു. ഭഗവാൻ പറഞ്ഞതുപോലെ ഒരു തോണി വരികയും കൂറ്റൻ കൊമ്പുള്ള ഒരു മത്സ്യമായി ഭഗവാൻ അവതരിക്കുകയും ചെയ്തു. വാസുകി എന്ന സർപ്പത്തെ കയറാക്കി തോണിയെ തൻ്റെ കൊമ്പിൽ കെട്ടി ഭഗവാൻ പ്രളയജലത്തിലൂടെ നീങ്ങി. ഒടുവിൽ ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്തു. ഇതാണ് അറിവിനെ സംരക്ഷിച്ച ആദ്യ അവതാരം മത്സ്യം. നന്ദി.